എന്നും നമ്മൾ ചെറുപ്പമായിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ജെല്ലാണ് ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളൊരു 10-40 വയസ്സായ ആൾ പോലും നമുക്കൊരു 10 വയസ്സ് കുറയ്ക്കാൻ പറ്റിയ പാകത്തിനുള്ള ജെല്ല് നമ്മൾ ഡെയിലി ഉപയോഗിക്കണം. നല്ല അടിപൊളി ജെല്ലാണിത്. ഡെയിലി ഉപയോഗിച്ച് കൊണ്ടുവന്നാൽ നിങ്ങളുടെ സ്കിന്നിലെ ചുളിവുകൾ മാറാനും നിങ്ങളുടെ ആ പ്രായം മുഖത്ത് തോന്നുന്നത് മാറ്റാനും, ചിലവർക്ക് പ്രായം ആയിട്ടുണ്ടാവില്ല, അതിന് മുമ്പ് എൻ്റെ പ്രായം തോന്നിക്കും, അതൊക്കെ ഒന്ന് മാറ്റാനൊക്കെ സഹായിക്കണം നല്ലൊരു ജെല്ലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണം. ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ജെല്ല് നിങ്ങളുടെ പ്രായത്തിനെ കുറയ്ക്കാൻ വേണ്ടി, നിങ്ങൾ എന്നും ചെറുപ്പമായിരിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കണം, പുറത്ത് വെക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയാണ്. ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ചുളിവ് മാറ്റാനും നമ്മുടെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ മാറ്റാനും, നല്ല സ്കിന്ന് നല്ല ടൈറ്റായിരിക്കാനും, നമ്മളെന്നും ചെറുപ്പമായിരിക്കാനൊക്കെ സഹായിക്കണം നല്ലൊരു ജെല്ലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം തന്നെയാണിത്. നിങ്ങളിപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഒരു കേടുപാടും കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുശേഷം അത് കഴിഞ്ഞ് പിന്നെയും നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഇത് ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയിട്ടൊന്നുമല്ലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങളത് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം ഇത് ഫ്ലാക്സ് സീഡാണ്. ഫ്ലാക്സ് സീഡ് നമുക്കിതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. ചണവിത്ത് എന്നൊക്കെ പറയും കേട്ടോ, അതാണ്. നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണം. കുറച്ചും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ്, അതിനൊരു ഗ്ലാസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അതിന് ശേഷം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കുക. നമുക്ക് ഫ്ലാക്സ് സീഡ് ജെല്ല് എടുക്കണം. നമ്മുടെ മുഖത്ത് വരണ ചുളിവുകൾ തടയാൻ സഹായിക്കും. പെട്ടെന്ന് ചിലരുടെ മുഖത്തൊക്കെ പ്രായം ആയിട്ടില്ലെങ്കിലും പ്രായം തോന്നിപ്പിക്കില്ലേ, നമുക്കിപ്പോൾ ഒരു 50 വയസ്സൊക്കെ ആയ ആൾക്കാരെ ഒരു 30 വയസ്സൊക്കെ ആക്കിയെടുക്കാനൊക്കെ ഈ ഫ്ലാക്സ് സീഡ് ജെല്ല് സഹായിക്കുന്ന പറയണം. ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുമാണ്. അപ്പം ഇത് നമ്മൾ നല്ലപോലെ തിളപ്പിച്ച് ഇതിനെ കുറച്ച് നേരം തിളപ്പിക്കുമ്പോഴേക്കും ഇത് നല്ല ജെൽ ഫോമിലാവും. അതുവരെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പം തന്നെ ചെറിയത് ഒരു കൊഴുപ്പ് പോലെയായി. ഇനി ഇത് കുറച്ച് നേരം കൂടി തിളയ്ക്കുമ്പോഴേക്കും നല്ല ജെൽ ഫോമിലാവും. അതുവരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് തിളച്ച് നല്ലൊരു ജെൽ ഫോമിലായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു തണുക്കണതിന് മുമ്പ് തന്നെ നമ്മളിത് മാറ്റണതാണ് നല്ലത്. അല്ലച്ച എന്താ അറിയോ, പെട്ടെന്ന് ഇത് ജെല്ലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരിച്ചെടുക്കാൻ പാടാം. അപ്പോൾ നമുക്കൊരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ഇപ്പം തന്നെ നമ്മൾ അരിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ അരിപ്പം മതി, അല്ലെങ്കിൽ തുണി വേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഈ ജെല്ല് ഇതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇത്ര ജെല്ലാണ് കിട്ടിയേക്കുന്നത്. ഇതൊന്ന് ചൂടാറട്ടെ. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് ഇതെങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ജെല്ല് നല്ലപോലെ തണുത്തു കണ്ടോ, നല്ലപോലെ തണുത്തുണ്ട്. ഈ സമയത്ത് ഇനി നമ്മൾ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ വിറ്റാമിൻ ഇയുടെ ഈ വിയോണ്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇത് ഒരെണ്ണം പൊട്ടിച്ച് ഇതിൻ്റെ ഓയിൽ ഒഴിക്കുക. ഇനി ഇതില്ലാത്തവരാണ്, നിങ്ങളുടെ അടുത്ത് ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്ലിസറിൻ നിങ്ങൾക്ക് കുറച്ച് ഒഴിക്കുക. അതും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഉണ്ടെച്ചാൽ അത് ഏതെങ്കിലും ഒരെണ്ണം കുറച്ച് ഒഴിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത് ഗ്ലിസറിനാണേ. അപ്പോൾ ഗ്ലിസറിൻ നമുക്കിതിലേക്കൊരു 4-5 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ സ്കിൻ നല്ലപോലെ തിളങ്ങാൻ സഹായിക്കും. ഗ്ലിസറിനോ നമ്മൾ ഈ പറഞ്ഞ ഓയിലുകൾ ഏതെങ്കിലും ചെയ്യുമ്പോൾ സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും. പിന്നെ നമ്മുടെ
പ്രായം ഒന്ന് കുറയ്ക്കാനും എന്താ പറയുക എന്ന് ചെറുപ്പമായിരിക്കാനും നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മളെ നല്ലപോലെ സഹായിക്കും. ഡെയിലി നമ്മളിത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ എങ്ങനെ ഉപയോഗിക്കാറ് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമ്മുടെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടാണ് ജെല്ല് ഉണ്ടാക്കിയത്. മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളായിരിക്കും ഗ്ലിസറിൻ ഒഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇല്ല നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിലാണ് വെച്ചാൽ നിങ്ങളത് ഉപയോഗിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് നല്ലൊരു മസാജ് കൊടുക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ആവണ പോലെ മസാജ് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് ഈ ജെല്ല് നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ പ്രവർത്തിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കൈയിട്ട് നമ്മൾ ജെല്ല് എടുക്കുകയാണ്. നല്ലപോലെ ജെല്ലായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ജെല്ല് ഇത്രയും ആവണ വരെ നമ്മളിത് ഊറ്റിയെടുക്കാൻ മടി കാണിച്ച് നിൽക്കരുത്. അത് തിളച്ച് നമ്മൾ വാങ്ങി ഇത് അപ്പം തന്നെ നമ്മളിത് ഊറ്റിയെടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അധികം പണിപ്പെടാതെ ജെല്ലെടുക്കാൻ പറ്റും. അല്ലെച്ചാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുണിയിൽ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഇത്രയും ജെല്ലായി പോയില്ലേ അത്, അതുകൊണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് മുഖത്ത് തേക്കുകയെന്ന് നോക്കാം. രണ്ട് കയ്യിലും കൂടി ആക്കുക. അതിന് ശേഷം നമ്മുടെ മുഖത്ത് തേക്കുക. സ്മെൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളിയാണ് കേട്ടോ. കഴുത്തിലൊക്കെയും തേച്ച് കൊടുക്കുക. ഡ്രസ്സിലൊക്കെ വീണു. ജെല്ലായതുകൊണ്ട് തന്നെ നമ്മുടെ മേത്തൊക്കെ വീഴും കേട്ടോ. അതിന് ശേഷം ഒരു മസാജ്. സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടും. കയ്യിലൊക്കെ തേക്കുമ്പോഴേക്കും കയ്യിനൊക്കെ നല്ലൊരു തിളക്കമാണ് വരുന്നത്, കണ്ടോ. ഇതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും നമുക്ക് നിങ്ങൾ ഡെയിലി ഓയിൽ തേച്ച് നിങ്ങൾ മസാജ് ചെയ്യാത്ത ആൾക്കാരാണ് സ്കിന്നിലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടാണ് വെച്ചാലും നിങ്ങൾക്ക് ഡെയിലി മസാജ് ചെയ്യുക. ദിവസം രാവിലെ എണീച്ച് ഓയിൽ മസാജിന് പകരം നിങ്ങൾക്ക് ഇത് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ് റിക്കിൾസ് ഇതൊക്കെ വരുന്നത് മാറ്റാനും ഒക്കെ പറ്റും കേട്ടോ. കഴുത്തിലും നല്ലൊരു മസാജ് കൊടുക്കുക. ഞാൻ കാണിച്ചിട്ടുള്ളതാ ഒരുപാട് വീഡിയോയിൽ ഞാൻ എങ്ങനെ മസാജുകൾ ചെയ്യാറ് എന്നുള്ളത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ കാണിച്ചു തരികയാണേ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ നെറ്റിയിൽ നിന്ന് തുടങ്ങും. നെറ്റിയിൽ നിന്ന് ഇവിടെ ചുളിവ് വീഴാതിരിക്കാൻ മുകളിലേക്ക് ഇങ്ങനെ ചെയ്യും. അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുരികം കുറച്ചൊരു പ്രായമാകുമ്പോൾ ഇടിഞ്ഞു തൂങ്ങിയുണ്ടാവും. ആ തൂങ്ങൽ സ്കിന്ന് നമ്മൾക്ക് പ്രായമാവും തോറും നമ്മുടെ സ്കിന്നൊന്ന് തൂങ്ങിക്കൊണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഈ മസാജ് കൊടുക്കുമ്പോൾ അത് ടൈറ്റായിരിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾ വരാതിരിക്കാൻ നമ്മുടെ മോതിര വിരലില്ലേ, ആ വിരൽ വെച്ച് നമ്മൾ കണ്ണിന് ചുറ്റും ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒരു 5 വട്ടോ 10 വട്ടോ നിങ്ങൾക്ക് ആവണ പോലെ നിങ്ങൾ 2 കണ്ണിലും അതുപോലെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കണ്ണിനടിയിൽ ചുളിവ് വീഴാതിരിക്കാൻ കണ്ണിനടിയിലൂടെ ഇതുപോലെ നമ്മൾ മോതിര വിരൽ വെച്ച് തന്നെ നമ്മൾ വലിച്ച് ഇങ്ങോട്ട് മസാജ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ചുളിവ് വരും. അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും മേപ്പിട്ട് ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ച് മസാജ് ചെയ്യണത്. അതുപോലെ 2 ഭാഗത്തും ചെയ്യുമ്പോൾ ഒരുപോലെ ചെയ്യുക. ഇപ്പോൾ ജെല്ല് മുഴുവനും എൻ്റെ സ്കിന്ന് വലിച്ചെടുത്തു. എൻ്റെ മുഖത്ത് പതിയെ ജെല്ലൊന്നുമില്ല, കണ്ടോ. നമ്മൾ ആ മസാജ് കൊടുക്കുമ്പോഴേക്കും ആ ജെല്ലൊക്കെ ഇങ്ങോട്ട് വലിച്ചെടുക്കും. സ്കിന്ന് നല്ലൊരു സ്മൂത്താവും, നല്ല സോഫ്റ്റായി സ്കിന്ന് നല്ലൊരു തിളക്കവും കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്.
നല്ല അടിപൊളിയാണ്. ഡെയിലി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഒരു വട്ടം ഞാൻ കുറേ ആയിട്ട് ചെയ്യാറില്ല. ആദ്യം ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാനത് നിർത്തിയതായിരുന്നു. ഇനി ഞാനത് പിന്നെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കിൻ കെയർ ചാലഞ്ചിൽ ഈ ഒരു ജെല്ല് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ 10, 40, 45, 50 വയസ്സായവരൊക്കെ ഉണ്ടാവും. അവരുടെ സ്കിന്നൊന്ന് ഒരു പ്രായമാകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്കിന്നൊന്ന് ലൂസാവും. അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ സഹായിക്കും. പ്രായം ഒന്ന് കുറയ്ക്കാൻ നമ്മളെ നല്ലപോലെ സഹായിക്കും നമ്മുടെ ഈ ഫ്ലാക്സീഡ് ജെല്ല്. നല്ല അടിപൊളിയാണ്. നമ്മുടെ മസാജ് ചെയ്യണതും നമ്മുടെ എന്താ പറയുക ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് മസാജിൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ടും അത് പിന്നെ അല്ലാതെ മസാജ് ചെയ്യാൻ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നിങ്ങൾ ഫ്ലാക്സീഡ് ജെല്ല് ഉപയോഗിച്ചിട്ട് ചെയ്യണമെന്നുണ്ട് വെച്ചാൽ നിങ്ങളുടെ പ്രായമൊക്കെ ഒന്ന് കുറയണതായിട്ടും നിങ്ങൾക്ക് തോന്നും കേട്ടോ. ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു കുറയുമ്പോൾ തന്നെ നമ്മളൊരു എന്താ പറയുക 10-40 വയസ്സായ ആളൊരു 10 വയസ്സ് കുറച്ചോ അല്ലെങ്കിൽ 5 വയസ്സ് കുറഞ്ഞ ആ പ്രായം മുഖത്ത് കാണിക്കാതിരിക്കുമ്പോൾ അത്രയും ഒരു സന്തോഷം എല്ലാവർക്കും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. നമുക്ക് എളുപ്പമാണ്. ജെല്ലുണ്ടാക്കണം, ഫ്രിഡ്ജിൽ വെക്കണം, ദിവസവും നമ്മളൊരു മസാജ് കൊടുക്കുക മുഖത്ത് തേച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.